അമേരിക്കയും UAE ഉൾപ്പെടെയുള്ള GCC രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ആലോചിക്കുമ്പോൾ എനിക്ക് നാട്ടും പുറത്തുള്ള ഒരു പഴയ കഥയാണ് ഓർമ്മ വരുന്നത്. അത് 2 കൂട്ടുകാർ, അതിലെ ഒരാൾ കുറച്ച് ചടുലതയുള്ള ഒരു ആക്റ്റീവായിട്ടുള്ള ഒരാളാണ്. അവന് കുറച്ച് ബുദ്ധി കൂടുതലുണ്ടെന്നുള്ള ഒരു അഹങ്കാരം അവനുണ്ട്. മറ്റവനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാവമാണ്, ബുദ്ധിയില്ലാത്തതൊന്നുമല്ല, മറ്റവനെ പോലെ ആക്റ്റീവല്ല. അപ്പോൾ ഈ ആക്റ്റീവ് അല്ലാത്തവൻ മറ്റവൻ്റെ അടുത്ത് ചോദിച്ചു, എടാ നമുക്ക് ഈ ബുദ്ധി കൂടാൻ എന്ത് ചെയ്യണം, നീ എന്തോ ചെയ്യുന്നേ? അവൻ പറഞ്ഞു, ബുദ്ധി കൂടാൻ ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ, മീൻ്റെ തലയുണ്ടല്ലോ കഴിച്ചാൽ മതി, വളരെ നല്ലതാണ്, മീൻ്റെ തല തിന്നുന്ന കഴിഞ്ഞാൽ ബുദ്ധി വരും. അവൻ പറഞ്ഞ് അന്നേരം ഇവർ രണ്ടുപേരോടെ തീരുമാനിച്ചു. മറ്റവൻ പറഞ്ഞു, എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ഈ ഈ പാവപ്പെട്ടവൻ പറഞ്ഞു നമുക്ക് മീൻ വാങ്ങിക്കാം. മീൻ വാങ്ങിച്ചു, അവർ കറി വെച്ചു. കറി വെച്ച് കഴിഞ്ഞിട്ട് ഇവന് തല കൊടുത്തു, ഈ ബുദ്ധി കുറഞ്ഞവന്. മറ്റേ ബുദ്ധിയുള്ളവൻ അതിൻ്റെ മാംസം മുഴുവൻ കഴിച്ചു, വാൽഭാഗം വരെ ഉള്ള ഭാഗം മുഴുവൻ കഴിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ കുറേ ദിവസം തുടർന്നു കഴിഞ്ഞപ്പം ഇവന് ഈ ബുദ്ധി കുറഞ്ഞവനൊരു സംശയം, ഇവൻ എന്നെ കളിപ്പിക്കുകയല്ലേ മറ്റവൻ, കാരണം ഇവനിക്ക് തല തന്നിട്ട് ഈ മാംസം മുഴുവൻ ഉള്ള ഭാഗം മുഴുവൻ അവൻ കഴിക്കുക എന്നവന് തോന്നി. തോന്നിയപ്പോൾ അവൻ പറഞ്ഞു, അത് ഇവൻ ചോദിച്ചേടാ, നീ എന്നെ ഇത്രയും നാളായിട്ട് നീ എന്നെ കളിപ്പിക്കല്ലേ? അപ്പം അന്ന് മീൻ വാങ്ങിച്ച് കറിയും വെച്ചു, എന്നെ കളിപ്പിക്കല്ലേ, നീ എനിക്ക് തല മാത്രം തന്നിട്ട് ബാക്കി മുഴുവൻ മാംസം മുഴുവൻ നീ കഴിക്കുകയല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, ഇപ്പം നിനക്ക് ബുദ്ധിയായി, ഇനി നീ തല മാത്രം തിന്നണ്ട എന്ന് പറഞ്ഞ ഒരു കഥയാണ് ഓർമ്മ വരുന്നത്. അത് കാരണം ഈ GCC രാജ്യങ്ങളിൽ അവരേതാണ്ടങ്ങ് ഗുണപ്പെടുത്താൻ പോകുന്ന മാതിരി ഈ US ചെന്ന് അമേരിക്കയിൽ നിന്ന് താവളങ്ങളുണ്ടാക്കി, സൈനിക താവളങ്ങൾ അവിടെയൊക്കെ സ്ഥാപിച്ചു. ഏറ്റവും വലിയ സൈനിക താവളം ഉള്ളതെന്ന് പറയുന്നത് ഖത്തറിലാണ്. അപ്പോൾ ഇപ്പോൾ ഈ പശ്ചിമേഷ്യൻ സംഘർഷം വന്നല്ലോ, അതായത് ഇറാനെ അമേരിക്കയും അതുപോലെ തന്നെ അതായത് ഡൊണാൾഡ് ട്രംപും അതേപോലെ നെതന്യാഹുവും കൂടെ കയറി ആക്രമിച്ചു. അത് നെതന്യാഹു അയാളെ കുത്തിയിളക്കി അയാളെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ്. അയാളൊരു വലിയ രൂപം എന്നുള്ളതല്ലാതെ അകത്ത് വലിയ ബുദ്ധിയൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത് കളിപ്പിച്ച് എന്തെന്നറിയോ ചെയ്ത്, നമുക്ക് ഇതേപോലുള്ള ഒരു പരിപാടി ഇറക്കിയാൽ മതി, നീ ഒരു കാര്യം ചെയ്യ്, ഇറാനെ അങ്ങ് അടിക്കണം, നമുക്ക് അടിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ഓയിൽ മുഴുവൻ നിനക്കെടുക്കാമെന്ന് പറഞ്ഞു കൊടുത്തു. ശരി, അപ്പം ട്രംപ് നോക്കിയപ്പം ഓയിൽ കിട്ടുമല്ലോ, അപ്പോൾ ക്രൂഡ് ഓയിലിന് നല്ല വിലയുണ്ട്, മാത്രമല്ല രാജ്യത്തിന് വളരെ വലിയ ഈ ഒരു പണം ഉണ്ടാക്കി എന്നുള്ളൊരു ഖ്യാതി ഇയാൾക്ക് എന്നത്തേക്ക് കിട്ടും എന്ന് വിചാരിച്ച് വെനസ്വേല കയറി പിടിച്ചെടുത്തത് മാതിരി ഇറാൻ അതിലും കൂടുതൽ റിച്ചാണല്ലോ ഓയിലിൽ. എന്നാൽ പിന്നെ ഇതങ്ങ് റെഡിയാക്കി കളയാമെന്ന് വിചാരിച്ച് അങ്ങ് തുടങ്ങിയതാണ്. ഒരു 3 ദിവസം കൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ വിചാരിച്ചു കഴിഞ്ഞാൽ ഇതിനെ ഇറാനെ ചവിട്ടി തേച്ച് റെഡിയാക്കി ഇട്ടിട്ട് ഞെടുക്കാം എന്ന് വിചാരിച്ച് തുടങ്ങിയ പരിപാടിയാണ്. 1.5-2 മാസമായി, എന്നിട്ട് വല്ലതും നടന്നു? ഒന്നും നടന്നില്ല എന്ന് മാത്രമല്ല, അമേരിക്കയ്ക്ക് ഭീമമായ നഷ്ടം വന്നു. ഏതാണ്ട് അവർക്ക് നഷ്ടം വന്നേക്കുന്നത് ഏതാണ്ട് $200 ബില്യൺ ഏതാണ്ട് കഴിഞ്ഞ ആഴ്ച വരെ അമേരിക്കയ്ക്കുണ്ടായ നഷ്ടം. എന്തിനുണ്ടായി? ഇസ്രയേലിന് വേണ്ടി ചെയ്ത പണിയാണ്, നെതന്യാഹുവിന് വേണ്ടി ചെയ്ത ഒരു പണിയാണ്. അത് തിരിച്ചറിഞ്ഞു. ഇപ്പോൾ വളരെ ബുദ്ധിമുട്ട് ട്രംപ് നേരിടുന്നുണ്ട്, സമ്മർദ്ദം. അങ്ങനെ വന്നപ്പോൾ എന്താ കാര്യം എന്നറിയോ? ഞാനിത് പറയാൻ കാര്യം, ഇല്ല, ബുദ്ധി കുറഞ്ഞ കൂട്ടുകാരന്മാരുണ്ടല്ലോ, അതാണ് ഈ GCC കൺട്രീസിലുള്ള അറബികൾ. മറ്റേത് ബുദ്ധി കൂടിയതാണ് അമേരിക്ക. അങ്ങനെ വന്നതാണ്. അവർ മാംസം മൊത്തം ഭക്ഷിക്കും, യവന്മാർക്ക് തല കൊടുക്കും എന്ന് പറഞ്ഞതുപോലെ ഇവിടെ കൊണ്ടുവന്ന് താവളങ്ങൾ അങ്ങോട്ട് സ്ഥാപിച്ചു. ആ താവളങ്ങൾ മുഴുവൻ സൈനിക താവളങ്ങൾ, അതിനുള്ള ചെലവ് മുഴുവൻ ഈ GCC കൺട്രി, ഈ അറബ് കൺട്രീസ് വഹിക്കണം. ഇവിടെ ഉള്ള അമേരിക്കയ്ക്ക് അവിടുത്തെ പട്ടാളക്കാർക്കെല്ലാം, അവിടെ കിടക്കുന്നവന്മാർക്കെല്ലാം ചാപ്പാട്, അതിനുള്ള ചിലവ്, അവരുടെ ശമ്പളം ഉൾപ്പെടെ അതെല്ലാം കൊടുത്തോണം. ആയുധങ്ങൾ കൊണ്ടുവന്നേക്കുന്ന അമേരിക്കയുടെ തുരുമ്പിച്ച ആയുധങ്ങൾ കുറേ കൊണ്ടുവച്ചിട്ടുണ്ട്, അതെല്ലാം ഇവിടെ ചിലവാക്കാം. ഈ രീതിയായി. ഇത് ഇപ്പോഴ് UAE തിരിച്ചറിഞ്ഞ് തുടങ്ങിയെന്നുള്ളത് ഒരു രസകരമായ കാര്യമാണ്. അവിടെ ഉള്ള അബ്ദുള്ള അൽ ഖാലിഖ് എന്ന് പറയുന്ന അവിടുത്തെ ഒരു നിരീക്ഷകനുണ്ട്, വളരെ പ്രമുഖ നിരീക്ഷകനാണ് UAE. അയാൾ
അങ്ങോട്ട് വിളിച്ചു പറഞ്ഞു. ഏതാണ്ട് കഴിഞ്ഞ ഒരു 3-4 ദിവസം മുമ്പാണ്. അയാൾ പറഞ്ഞു, ഇത് ഈ അമേരിക്കയുടെ ആവശ്യം ഇവിടെ യഥാർത്ഥത്തിൽ ഇല്ല, ഞങ്ങൾക്ക് ആവശ്യമില്ല, നിങ്ങളെക്കൊണ്ട് ഉപദ്രവമല്ലാതെ യാതൊരു ഉപകാരവും ഇല്ല. ഇപ്പോൾ ഈ ഇറാനെ ഇവർ ആക്രമിച്ചപ്പോൾ ഇറാൻ ചെയ്ത പണി എന്താണ്? ഇവരുടെ സൈന്യത്താവളങ്ങൾ മാത്രമല്ല, അവരുടെ ഊർജ്ജ സ്രോതസ്സുകൾ, എണ്ണ ശുദ്ധീകരണശാല, ഈവൻ ഡീസലൈനേഷൻ പ്ലാന്റുകൾ മുഴുവൻ ഇതേപോലുള്ള ഭാഗമെല്ലാം കയറി ആക്രമിക്കുകയായിരുന്നു. ഇവിടെ UAE-യിൽ, സൗദിയിൽ, അതുപോലെ തന്നെ ഖത്തറിൽ, ഈവൻ ഒമാനിൽ, കുവൈറ്റിനാണെങ്കിൽ ഉണ്ടായ നാശം എന്ന് പറയുന്നത് ചില്ലറയൊന്നുമല്ല. അത് അത്രത്തോളം ഉണ്ടായി. ഈ രാജ്യങ്ങളിലെല്ലാം കയറി അടിക്കുകയായിരുന്നു. അടിച്ചപ്പം അമേരിക്കയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയോ ഇതിനെതിരെ? ഒന്നും ചെയ്യാൻ പറ്റിയില്ല. നിങ്ങളെ രക്ഷിക്കാനാണ് ഞങ്ങളിവിടെ വന്ന് കിടക്കുന്നതെന്ന് പറഞ്ഞാണ് ഇവരുടെ പണമെല്ലാം വാങ്ങിച്ച് തിന്നോണ്ടിരുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞ കൂട്ടുകാരന്മാർ തിരിച്ചറിയുന്നു, മറ്റേ കൂട്ടുകാരൻ നമ്മളെ കബളിപ്പിക്കുകയാണ്, അവന്മാർക്ക് പണം ഉണ്ടാക്കാനായിട്ട് നമ്മുടെ ഇവിടെ വന്ന് കിടന്നുകൊണ്ട് നമ്മൾ എണ്ണ വിറ്റ് ഉണ്ടാക്കി കൊടുക്കുന്ന കാശും ഈന്തപ്പഴം വയ്ക്കുന്ന പണമെല്ലാം അവന്മാർ അടിച്ചുകൊണ്ട് പോവുകയാണ് എന്ന് ഇപ്പം തിരിച്ചറിഞ്ഞ് തുടങ്ങി. അങ്ങനെ UAE-യും അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളൽ വീണു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അതായത് ഈ മീൻതല മാത്രം തിന്നവന്മാരുണ്ടല്ലോ, തിരിച്ചറിയുന്നു ഇതിലെ കള്ളത്തരം, മറ്റേ കൂട്ടുകാരൻ്റെ, ബുദ്ധിയുള്ള കൂട്ടുകാരൻ്റെ കള്ളത്തരം തിരിച്ചറിയുന്നു. കാരണം ഇവിടെ വന്ന യവന്മാർ കിടന്നുകൊണ്ട് ഒരു പ്രയോജനമില്ല. UAE അടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ UAE ചെറുക്കാൻ ഇവർക്കൊക്കത്തില്ല. ഈ കാര്യത്തിലെ UAE കൊണ്ടുവന്ന് ബോംബിടാൻ പറ്റും, പക്ഷേ അവരുടെ മിസൈൽ ശേഖരം എന്നൊക്കെ പറയുന്നത് വളരെ വലുതാണ്. ഇപ്പോൾ ഈ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞല്ലോ, അവർ പറയുന്ന 1 മാസത്തിനകം പോലും ഞങ്ങൾ പുതിയ മിസൈൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അവരുടെ കയ്യിൽ അതുപോലെ ഉണ്ട് മിസൈലുകൾ, ബാലിസ്റ്റിക് മിസൈലുകളൊക്കെ ധാരാളം ഉണ്ട്. കത്തിച്ചു വിടും അവർ. വിടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ എതിരെ ആക്രമിച്ചാൽ അമേരിക്കക്കാരെ എവിടെ ഉണ്ടോ ആ കാരണം പറഞ്ഞ് ഇവരെയൊക്കെ അടിക്കും. എന്ന് പറഞ്ഞാൽ നീയൊക്കെ അവനെ പൊക്കോളാൻ പറ, നിൻ്റെ കൂടും കുടുക്ക എടുത്തുകൊണ്ട് ഇവിടുന്ന് പോ, ഇല്ലെങ്കിൽ അവൻ നമ്മളെ അടിക്കും എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ വരുന്നത്. ആ രീതിയിലായിപ്പോയി. എന്ത് തമാശയുള്ള കാര്യമെന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. കാരണം ഇവർ ഈ പൊള്ളത്തരം തിരിച്ചറിയുന്നു എന്നുള്ളതാണ്. അറബികൾക്ക് ഈ പണം ഉണ്ടാക്കാനേ അറിയാവുള്ളൂ. അവർക്ക് ഈ വല്ലവനും ചോദിച്ചാൽ അവർക്ക് കൊടുക്കാൻ അവരും മഹാമനസ്കതയുണ്ട് കൊടുക്കാൻ. അത് മുതലാക്കിക്കൊണ്ട് ഈ വലിയ ചേട്ടൻ സുഹൃത്തുണ്ടല്ലോ വന്ന് മീനിൻ്റെ മാംസം മുഴുവൻ ഭക്ഷിച്ചിട്ട് യവന്മാർക്ക് മീൻതലയും കൊടുത്തുകൊണ്ടിരുന്നു. ഇപ്പോൾ അവർക്ക് ബുദ്ധി ഉദിച്ചു തുടങ്ങി. അങ്ങനെ അത് ഇനി അമേരിക്കയ്ക്ക് വളരെ ബുദ്ധിമുട്ടാണ്. അമേരിക്കയ്ക്ക് പിടിച്ചു നിൽക്കാൻ ഒക്കത്തില്ല ഇവരെടുത്ത്. കാരണം എന്താ, ഇത്രയും നാളെ ഇവരെ ഉപദ്രവിച്ചിട്ട് ഇറാൻ ഈ ശല്യമൊക്കെ ചെയ്തു. ഇറാനെ യവന്മാർ കയറി അടിക്കുന്ന ഉടനെ ഇറാൻ ചെയ്യുന്ന പണി എന്ന് പറഞ്ഞാൽ ഇത് ഈ GCC കൺട്രീസിലെല്ലാം, കുവൈറ്റിലൊക്കെ എന്തുമാത്രം നാശനഷ്ടം ഉണ്ടായി, UAE-യിൽ എന്തുമാത്രം നഷ്ടം ഉണ്ടായി, ഖത്തറിൽ, അതുപോലെ ഒമാൻ, ബഹ്റിൻ, ഞാൻ നേരത്തെ ബഹ്റിൻ്റെ കാര്യം പറയാൻ പറഞ്ഞു. ബഹ്റിനിലുണ്ടായ നാശനഷ്ടം എന്ന് പറയുന്നത് അത്ര വലുതാണ്. അമേരിക്കക്കാരുടെ ഹോട്ടലുകളുണ്ട്. അതായത് ട്രംപിൻ്റെ സ്വന്തം ഹോട്ടലുള്ള സ്ഥലമായിരുന്നു. ആ ഹോട്ടൽ ബിൽഡിങ് മുഴുവൻ അടിച്ച് തകർത്ത് കളഞ്ഞ് എന്ന് പറഞ്ഞതുപോലെ ഈ ഇത്രയും നാശം ഉണ്ടാക്കിയിട്ട് അമേരിക്കയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പം കരഞ്ഞുകൊണ്ട് നടക്കുകയാണ് ട്രംപ്. എങ്ങനെയെങ്കിലും ഇത് യുവമാർ ഒന്നും, അയാൾ ഏതാണ്ടൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, വട്ടെഴുതി വെച്ചേക്കുന്ന ഏതോ സാധനമാണോ, ഒരു എഗ്രിമെൻറ്റ്, അതിനകത്ത് ഇവർ ഒപ്പിട്ട് കൊടുക്കണം പോയി. അതാ വേണ്ടിയേ. ഞാൻ പറയുന്നത് അയാൾ കരഞ്ഞുകൊണ്ട് നടക്കുക, വേറെ മാർഗമില്ല. നിങ്ങൾ ദയവ് ചെയ്ത് ഇറാൻകാരെ ഒരു കാര്യം ചെയ്യും, ഏതെങ്കിലും വിധത്തിൽ ഇവൻ പറയുന്നത് നിങ്ങൾ പിന്നെ എന്ത് വേണമെങ്കിലും ചെയ്ത് പോയി അങ്ങ് ഒപ്പിട്ട് കൊടുക്കുക, കള. അത് നിങ്ങൾ ചെയ്യുമൊന്നും വേണ്ട, അയാൾക്ക് വന്ന് നിർബന്ധമൊന്നുമില്ല. ഇപ്പം വെടിനിർത്തൽ വന്നല്ലോ. വെടിനിർത്തൽ ഇന്ന് രാവിലെ 7 മണിക്ക് അവസാനിക്കേണ്ടതാണ് ഇന്ന്. എന്നിട്ട് അപ്പോൾ അതിന് തൊട്ട് മുമ്പ് തന്നെ അതങ്ങ് നീട്ടി വെടിനിർത്തൽ. കാരണം എന്താ, അങ്ങോട്ട് വെടിവെക്കാൻ അങ്ങോട്ട് എന്നുവെച്ചാൽ മതി, അവർ തിരിച്ചടിക്കുന്ന നാശം ഉണ്ടാക്കും. അമേരിക്കയുടെ അത്യന്താധുനികമായ F-35 ആ വിമാനത്തെ വരെ അടിച്ചിട്ടതാണ് ഇവർ. അപ്പോൾ അതവർ സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ അതിന് ഈ ചാരക്കണ്ണുകളെല്ലാം വെട്ടിക്കാൻ കഴിവുള്ള വിമാനമാണ്. എന്നിട്ട് ഇറാൻ്റെ കണ്ണ് വെട്ടിക്കാൻ പറ്റിയില്ല. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതുപോലുള്ള ഈ പ്രതീക്ഷ അവർക്കില്ലായിരുന്നു. ഇങ്ങനെ മറ്റ് രാജ്യങ്ങളെപ്പോലല്ല ഇറാൻ. ഇപ്പോൾ ഇറാഖിനെ പോലോ അല്ലെ വെനിസ്വേലയെ പോലോ ഇതേപോലെ ഈ അടിയറവ് പറഞ്ഞൊന്നും നിൽക്കുന്ന ഒരു രാജ്യമല്ല ഇറാൻ. ഞാൻ പറഞ്ഞത് എന്താണെന്നറിയാം, ഇതിനകത്ത് ഇപ്പോൾ ഈ GCC കൺട്രീസ് തിരിച്ചറിഞ്ഞ് തുടങ്ങി. അവർക്ക് വേണ്ടത് ആ ശക്തി എന്ന് പറയുന്നത്
ഈ അമേരിക്കയുടെ ശക്തിയല്ല അവർക്ക് വേണ്ടത്. അമേരിക്കയ്ക്ക് ഇവരെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഒരു ഫ്രണ്ട്ലി ടേംസിൽ ഇറാനോടൊപ്പം കഴിയുക എന്നുള്ളതാണ് നല്ലത്. ഇറാൻ ഒരു കാരണവശാലും ഇവിടെ അധിനിവേശത്തിനോ ഒന്നും ഒരു രാജ്യത്തും പോയിട്ടില്ല. അവരെ അങ്ങോട്ട് കയറി, ഇപ്പോൾ സദ്ദാം ഹുസൈൻ പണ്ട് ഇറാനെ കയറി അങ്ങോട്ട് അടിച്ചതാണ്. സദ്ദാം ഹുസൈൻ കയറി കുവൈറ്റിൽ അധിനിവേശം നടത്തി, അമേരിക്ക കയറി പല രാജ്യങ്ങളിലും അധിനിവേശം നടത്തി. പക്ഷേ ഇറാൻ ഏതെങ്കിലും രാജ്യത്ത് അധിനിവേശം നടത്തിയതിൻ്റെ കേട്ടുകേഴ്വിയെങ്കിലും ഉണ്ടോ? ഇല്ല. അവർ സാംസ്കാരികമായിട്ട് വളരെ ഉയർന്ന ആളുകളാണ്, അവർ ചെയ്യത്തൊന്നുമില്ല അത്. പക്ഷേ അവരുടെ രാജ്യത്തെ കയറി ആക്രമിക്കാൻ വന്നാൽ അതിൻ്റെ അവരുടെ വിദേശകാര്യമന്ത്രി റിപ്പബ്ലിക് ടി വിയിൽ അർണബ് ഗോസ്വാമിയായിട്ടുള്ള ഇൻ്റർവ്യൂവിനകത്ത് പറഞ്ഞ അത്രയേ ഉള്ളൂ, നിങ്ങൾക്ക് മരിക്കാൻ പേടിയില്ലേ എന്ന് ചോദിച്ചു. എനിക്ക് പേടിയൊന്നുമില്ല, എൻ്റെ രാജ്യത്തിന് വേണ്ടിയല്ലേ, എപ്പോൾ വേണമെങ്കിലും മരിക്കാം. അതാണ് അവരുടെ കാഴ്ചപ്പാട്. അങ്ങനെയുള്ളവരെ ഒരിക്കലും തോൽപ്പിക്കാൻ പറ്റത്തില്ല. അതിപ്പോൾ തിരിച്ചറിഞ്ഞു തുടങ്ങി ട്രംപ്. ഇനി ഉപരോധം, ഇവരുടെ സമുദ്രത്തിൽ വെറുതെ ഇവരെ ഉപരോധം നടത്തുകയാണ്. ഇതിന് അമേരിക്കയ്ക്ക് എന്താ അവകാശമുള്ളത് ഈ ഉപരോധത്തിന്? അതാ കാര്യം. അത് എന്നിട്ട് ഹോർമൂസ് തുറക്കണമെന്ന് അവർ പറഞ്ഞു. ആദ്യം ഒരു കാര്യം ചെയ്യും, ഉപരോധം അങ്ങ് മാറ്റ്. അത് കഴിഞ്ഞ് ഹോർമൂസ് അവർ തുറന്നതാണല്ലോ, വീണ്ടും അടയ്ക്കാനുള്ള കാരണം ഉണ്ടായതെന്താ? ഇറാനിയൻ്റെ കപ്പലുകളല്ല ഇനിയും ഉപരോധം നടത്തുമെന്ന് സമുദ്രത്തിൽ ഇയാളുടെ പ്രഖ്യാപനം അങ്ങോട്ട് വന്നു. അതോടുകൂടി അവർ പറഞ്ഞു, നീ പോടാ പുല്ലേ, നിൻ്റെ ഇതും കൊണ്ട് ഞങ്ങൾ ഇവിടെ ഹോർമൂസ് ഇനി അങ്ങ് അടയ്ക്കുക എന്ന് പറഞ്ഞ് അടച്ചു. ഇതാണ് സംഭവം. ഒരു കപ്പലും ഇപ്പോൾ അതിലേക്ക് പോകുന്നില്ല. ഇതാ ആ പ്രശ്നം. ആ പ്രശ്നം തീർക്കണം എങ്ങനെയെങ്കിലും. ഞാൻ പറയുന്നത് കരഞ്ഞുകൊണ്ട് നടക്കുന്ന ട്രംപ് ഉണ്ടല്ലോ, നിങ്ങൾ പോയി ഏത് കുന്തത്തിലും വേണമെങ്കിൽ ഒപ്പിട്ടോട്. അത് എൻഫോഴ്സ് ചെയ്യാൻ ഇവിടെ ഒരു ഏജൻസി ഇല്ല. UN എന്ന് പറയുന്നതിന് ഈ ട്രംപ് തന്നെ അപ്രസക്തമാക്കി മാറ്റി യുണൈറ്റഡ് നേഷൻസിനെ. നിങ്ങളെ നിയന്ത്രിക്കാൻ ആരുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് ഏതെങ്കിലും വിധത്തിൽ അങ്ങ് തീർക്കുക. അതുകൊണ്ട് ചർച്ച ചെയ്യുക, പോയി ചർച്ച ചെയ്ത് ഞാൻ നീ പറയുന്നതൊക്കെ കേട്ടേക്കാം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പോയി നിങ്ങളുടെ ഇഷ്ടമുള്ള കാര്യം ചെയ്യണം. അതാ ചെയ്യേണ്ടത്. ഇതോട് എങ്ങനെയെങ്കിലും ഈ യുദ്ധം ഒന്ന് അവസാനിക്കട്ടെ, ഈ സംഘർഷം അവസാനിക്കട്ടെ.